അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന് വന്ന ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കാം. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷന് വളരെ നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ച് ഒരുങ്ങേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ 80% മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. അതുകൊണ്ട് പരമാവധി ചോദ്യങ്ങളും അതുപോലെ പരമാവധി സ്റ്റഡി മെറ്റീരിയൽസൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല രൂപത്തിൽ വിജയം സാധ്യമാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ചോദ്യം വന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖിദർ നബി അലൈഹി സ്വലാമിൻ്റെയും യാത്ര വിവരിക്കുന്ന ഖുർആനിലെ സൂറത്ത് ഏതാണെന്നുള്ളതാണ്. ഏത് സൂറത്തായിരുന്നു? ഇവിടെ അൽ ബഖറ കൊടുത്തിട്ടുണ്ട്, അൽ ഖസസ് കൊടുത്തിട്ടുണ്ട്, അൽ കഹ്ഫ് കൊടുത്തിട്ടുണ്ട്, സൂറത്ത് യാസീൻ കൊടുത്തിട്ടുണ്ട്. ഏത് സൂറത്തിലാണ് ആ ഒരു സംഭവം പറയുന്നത്? അൽ കഹ്ഫ് സൂറത്തിലാണ് അല്ലെ? അൽ കഹ്ഫ് സൂറത്തിലാണ് ആ ഒരു സംഭവം പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, ഹൃദയത്തെ മരിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശീലം ഏത് ശീലത്തെക്കുറിച്ചാണ് ഹൃദയത്തെ മരിപ്പിക്കുന്നു പറഞ്ഞത്? അമിത ആഹാരം, അമിത അധ്വാനം, പൊട്ടിച്ചിരി, തമാശ പറയുക. ഇതിലേതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? പൊട്ടിച്ചിരിയെക്കുറിച്ചാണ് അല്ലേ? പൊട്ടിച്ചിരി ഉണ്ടായാൽ എന്തും ഹൃദയം കഠിനമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, നിസ്കാരത്തിനിടയിൽ ഹാമിദ മുഖക്കുരു പൊട്ടിച്ചു, രക്തമുഖത്തു കൂടി ഒലിച്ചു, കൈകളിലും പുരണ്ടു എങ്കിൽ എന്താണ് സംഭവിക്കുക? നിസ്കാരം തുടരാം, കുഴപ്പമില്ല. നിസ്കാരത്തിനിടെ ടവൽ കൊണ്ട് തുടച്ചാൽ മതി. നിസ്കാരം വേഗം അവസാനിപ്പിച്ചു കഴുകണം. നിസ്കാരം മുറിച്ചു കഴുകി വീണ്ടും നിസ്കരിക്കണം. എന്താണ് അവിടുത്തെ ഒരു നിയമം? എന്താണ് അത്? മുഖത്തിൻ്റെ രക്തം എന്തിട്ടുണ്ട്? അത് പൊട്ടി ഒലിച്ച് കൈകളിലും എല്ലായിടത്തും ആയിട്ടുണ്ട് അല്ലേ? അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പകർന്നത് കൊണ്ട് എന്തായാലും നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യണം? കഴുകി വീണ്ടും നിസ്കരിക്കണം അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ജുമുഅ ഖുതുബയുടെ ഒരു ഷർത്ത് ഏതാണെന്നുള്ളതാണ്. ഒരുപാട് ഷർത്തുകൾ അവിടെ കൊടുത്തത്. ഏതാണ് ജുമുഅയുടെ ഖുതുബൻ്റെ ഷർത്ത്? അല്ലാഹു തആലയെ സ്തുതിക്കുക, സ്വലാത്ത് ചൊല്ലുക, മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക. ഇതിലേതാണ് ജുമുഅൻ്റെ ഷർത്തായിട്ടുള്ളത്? ഷർത്ത് എന്ന് പറഞ്ഞാൽ സംഗതി ആ ഒരു പ്രവൃത്തിയിൽ പെട്ടതല്ലെങ്കിലും അത് നിർബന്ധമാണ്, അത് പ്രവൃത്തി ശരിയാവാനില്ലേ? അപ്പം എന്താണ്? ളുഹറിൻ്റെ സമയത്താവുക എന്നുള്ളതാണ് കേട്ടോ. ളുഹറിൻ്റെ സമയത്താവുക. അടുത്ത ചോദ്യം, ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുടെ അടയാളമാണ്. ഇഖ്ലാസ് ഇല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിയുടെ അടയാളത്തെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെന്താണ് അടയാളങ്ങൾ പറഞ്ഞത്? ഇബാദത്ത് ജനങ്ങൾ കാണാതിരിക്കാൻ ശ്രമിക്കുക, ഇബാദത്ത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക, ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റു ചിന്തകൾ ഇല്ലാതിരിക്കുക. ഇതിലേതാണ് ഇഖ്ലാസ് ഇല്ലാത്ത വ്യക്തിയുടെ അടയാളം? ഇബാദത്ത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കൽ. ഇബാദത്ത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കൽ എന്താണ്? അത് ഇഖ്ലാസ് ഇല്ലാത്തതിന് അടയാളമാണ് അല്ലേ? ഇനി അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, ഖിബിലക്ക് മുന്നിടുന്നതിന് ഇളവ് ലഭിക്കുന്ന നിസ്കാരം ഏതാണ്? രോഗിയുടെ ഫർള് നിസ്കാരം, യാത്രയിലെ ഫർള് നിസ്കാരം, യാത്രയിലെ സുന്നത്ത് നിസ്കാരം, ചെരിഞ്ഞു കിടന്നുള്ള നിസ്കാരം. ഇതിലേതാണ് ഖിബിലക്ക് മുന്നിടേണ്ടതില്ല അല്ലെങ്കിൽ മുന്നിടുന്നതിന് ഇളവുള്ളത് ഏതാ? യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിന് എന്തില്ല? ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമില്ല അല്ലേ? അടുത്ത ചോദ്യമുള്ളത്, മിൻ ശർരി മാ ഖലഖ്. അതിലെ നൂനിൻ്റെ പാരായണ നിയമം എന്താ? മിൻ ശർരി മാ ഖലഖ് എന്നുള്ളിടത്ത് സാക്കിനായ നൂനുണ്ട് അല്ലേ? നൂനിന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? ഷീന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നിയമം എന്താണ്? ഇഖ്ഫാ, ഇഖ്തിലാബ്, ഇൽഹാർ, ഇദ്ഗാം. ഏതാണ് അവിടുത്തെ നിയമമുള്ളത്? സാക്കിനായ നൂനിന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഓരോ നിയമങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 2 ഉത്ഭവസ്ഥാനം ഉള്ള അക്ഷരം. വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് 2 മഖ്റജ് അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനം ഉള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഖാഫ്, വാവ്, റ, ഹ. ഇതിലേതാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് 2 മഖ്റജ് ഉള്ളത്? നിങ്ങൾക്കറിയോ? വാവിനാണല്ലേ? വാവിന് അതിൻ്റേതായ ഒരു മഖ്റജ് ഉണ്ടാവും. പിന്നെ മദ്ദക്ഷരമായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മഖ്റജ് വേറെ ആയിരിക്കാറില്ലേ?
അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലായിട്ട് രണ്ട് മഖ്റജ് ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്തത് അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് വരുന്ന അവസ്ഥ. അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് വരുന്ന അവസ്ഥയ്ക്ക് എന്താ പറയുക? അക്ഷരങ്ങളുടെ സിഫത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ജഹിർ, തവസ്സുത്ത്, ഹംസ്, രഹുവ്. ഇതിലേതിലാണ് കാറ്റ് വരിക? ഓർത്ത് നോക്കിയാണ് ഹംസക്കാണല്ലേ. ഹംസക്ക് എന്ത് ചെയ്യും? അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് പുറപ്പെടും. അടുത്ത ചോദ്യമുള്ളത് റായിനെ നേർപ്പിച്ച് അഥവാ തർക്കീക്കായി ഉച്ചരിക്കുന്നതിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. അന്തിർ കൗമക്ക, പിന്നെ അന്തിർ കൗമക്ക ഫന്തസിർ ഫിർദൌസ്, പിന്നെ ബിഗൈരി ഹിസാബ് എന്നുണ്ട്. ഇതിൽ ഈ ചോദ്യത്തിൽ ചെറിയ എന്തോരം മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. കാരണം ഇതിൽ ഒരുപാട് ഇതുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? തർക്കീക്കായിട്ട് ഉച്ചരിക്കേണ്ടതാണ് അല്ലേ. ഒന്ന് തഫ്ഹീമുമാണ്. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഉച്ചരിക്കുമ്പോൾ വായയിൽ നിന്ന് കാറ്റ് പുറപ്പെടാത്ത അക്ഷരം. ഉച്ചരിക്കുന്ന സമയത്ത് വായയിൽ നിന്ന് കാറ്റ് പുറപ്പെടാത്ത അക്ഷരം ഏതാണ്? ബാഗ് കാഫുണ്ട്, ഷീന് ഖ ഉണ്ട്, ഹ സ ഉണ്ട്, ത ക. ഏതാണ് ഉച്ചരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറപ്പെടാത്തത് ഏതാ? പിന്നെ കാറ്റ് പുറപ്പെടാത്തത് എന്താണ്? ബ അല്ലേ. ബ ക. അജിത് കത്തിൻ ബക്കത്ത് നിങ്ങൾ പഠിച്ചില്ലേ? ബ ക അല്ലേ. അടുത്ത ചോദ്യമുള്ളത് മരിച്ചവർക്ക് വേണ്ടി ഓതാൻ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത്. മരിച്ചവർക്ക് വേണ്ടി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത് സജ്ദ, യാസീന്, ഫജ്ർ, ആയില. ഇതിലേതാണ്? ഏതാണ് പറയൂ. യാസീനാണല്ലേ. യാസീനാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം കച്ചവടച്ചരക്കിന് സക്കാത്ത് നൽകേണ്ടത് ആകെ മൂല്യത്തിൻ്റെ എത്ര ശതമാനമാണ്? ആകെ മൂല്യത്തിൻ്റെ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 5%, 10%, 2.5%, 2%. എത്രയാണ് ആകെ മൂല്യത്തിൻ്റെ എത്ര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 5% അല്ല കേട്ടോ, 2.5% കേട്ടോ. 2.5%മാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ ഏറ്റവും താഴെയുള്ളത് ഏതാ? ഷഹാദത്ത് കലിമ, അനുസരണം, ലജ്ജാശീലം, വഴിയിലെ തടസ്സങ്ങൾ നീക്കുക. ഇതിലേതാണ് ഏറ്റവും താഴെയുള്ളത്? വഴിയിലെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. ഇമാദത്തുൽ അദാനി ത്വരീഖ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അടുത്ത ചോദ്യം മക്ക വിജയം നടന്നത് ഹിജറ ഏത് വർഷം എന്നുള്ളതാണ് ചോദ്യം. ഹിജറ 8, ഹിജറ 5, ഹിജറ 10, ഹിജറ 9. ഏത് വർഷത്തിലാണ്? ഹിജറ 8-ാം വർഷത്തിലാണ് മക്ക വിജയം നടന്നത് കേട്ടോ. ഫത്ഹ് മക്ക നടന്നത് 8-ാം വർഷമാണ് കേട്ടോ. അടുത്ത ചോദ്യം വിശുദ്ധ ഖുർആൻ ഒരു മുസ്ഹഫായി ക്രോഡീകരിക്കാൻ നിർദ്ദേശം നൽകിയ ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇതിൽ ആരാണ് അതിങ്ങനെ മുസ്ഹഫ് രൂപത്തിലാക്കാൻ കൽപ്പന കൊടുത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അപ്പോൾ അതിന് ശരി കൊടുക്കുക. നെക്സ്റ്റ് ചോദ്യം അസ്സബുൽ മസാനി എന്ന് വിളിക്കപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തുൽ നാസ്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫാത്തിഹ. ഏത് സൂറത്തിനാണ് സബുൽ മസാനി എന്ന് വിളിക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലേ. അതിന് കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതായാലും സൂറത്തുൽ ഫാത്തിഹയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യമുള്ളത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ജന്മനാട് എവിടെയാണ്? മക്കയാണ്, മദീനയാണ്, ബഗ്ദാദാണ്, കൂഫയാണ്. എവിടെയാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത്? കൂഫയിലാണ് അല്ലേ, കൂഫ. നെക്സ്റ്റ് ചോദ്യമുള്ളത് മാ നഖസത്ത് സ്വതഖത്തു മിൻ മാലിൻ അല്ലേ. സ്വത്തിൽ നിന്ന് സ്വതക്ക കൊണ്ട് ഒന്നും കുറച്ചിട്ടില്ല. അതായത് സ്വതക്ക കൊടുത്തത് കൊണ്ട് ആർക്കും ഒന്നും എന്തായില്ല, സ്വത്തൊന്നും കുറഞ്ഞു പോയിട്ടില്ല എന്ന്. ഈ വചനം പ്രോത്സാഹിപ്പിക്കുന്ന എന്തിനാണ്? അനുസരണശീലം, ദാനശീലം, വിജ്ഞാനം സമ്പാദിക്കൽ, ധനം സമ്പാദിക്കൽ. ഏതാണ്? ദാനശീലത്തിനാണല്ലേ. ധനം സ്വതക്ക കൊടുക്കാൻ വേണ്ടിയാണത് എന്ത് ചെയ്യണത്? പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യമുള്ളത് ഹിജറ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന് നൽകിയ ചുമതല എന്താണ്? മക്കയിലെ ഭരണം, സൈന്യത്തിൻ്റെ നേതൃത്വം, സൂക്ഷിപ്പ് സ്വത്ത് ഉടമകൾക്ക് നൽകൽ, കുടുംബ കാര്യങ്ങൾ നോക്കൽ. ഇതിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്? എന്താണ് ഓർമ്മയുണ്ടോ? സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉടമകൾക്ക് നൽകാനാണല്ലേ. അടുത്ത ചോദ്യമുള്ളത് കൂടുതൽ കാലം ഭരണം നടത്തിയ ഖലീഫ ആരാണ്? 4 ഖലീഫമാരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇതിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ
നടത്തിയിരുന്നത്. അവരുടെ വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും കൂടുതൽ നടത്തിയത്. ആ 4 ആളുകളും എത്ര വർഷം വരെ നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, താഴെ കൊടുത്തവയിൽ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയോട് യോജിക്കാത്തത് ഏതാണ്? അമാനുഷികത എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്തൊക്കെ അല്ലേ, വിശുദ്ധ ഖുർആൻ്റെ മുഅ്ജിസത്തിനോട് യോജിക്കാത്തത് ഖുർആൻ സാഹിത്യ മഹിമയുള്ള ഗ്രന്ഥമാണ്, ഖുർആനിൻ്റെ പ്രവചനങ്ങൾ സത്യമാണ്, ഖുർആനിലെ നിയമങ്ങൾ സമ്പൂർണ്ണമാണ്, ഖുർആനിലെ വിവരങ്ങൾ പഴഞ്ചനാണ്. ഇതിലേതാണ് ഖുർആനിൻ്റെ അമാനുഷികതയുമായി യോജിക്കാത്തത്? 4-മത്തതാണ് കേട്ടോ. ഖുർആനിലെ വിവരങ്ങൾ പഴഞ്ചനാണ് എന്നുള്ളത് ഖുർആനിൻ്റെ അമാനുഷികതയുമായിട്ട് യോജിക്കുന്നതല്ല. ഇനി അടുത്ത ചോദ്യമുള്ളത്, തീ വിറകിനെ തിന്നുന്നത് പോലെ തിന്മകളെ നശിപ്പിക്കുന്ന പാപം ഏതാണ്? അസൂയ, കോപം, പക, അഹങ്കാരം. ഇതിലേതാണ്? അസൂയ അല്ലേ? അസൂയ തീ തിന്നുന്നത് പോലെ നമ്മളെ നന്മകളെയൊക്കെ തിന്നുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ചോദ്യം, അപകടങ്ങളും രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ്. പിശാചുകളുടെ കുതന്ത്രങ്ങളാണ്, അല്ലാഹു തആലയുടെ വിധി തീരുമാനമാണ്, മനുഷ്യരുടെ ദുഷിച്ച പ്രവൃത്തികളാണ്, ഇവയൊന്നുമല്ല. ഏതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? അല്ലാഹു തആലയുടെ വിധി തീരുമാനം അനുസരിച്ചാണ് എല്ലാം ഉണ്ടാകണത്, മരിക്കുന്നതും ജീവിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് രോഗം ഉണ്ടാകണമൊക്കെ എന്താണ്? അല്ലാഹു തആലയുടെ വിധി തീരുമാന പ്രകാരമാണ് അല്ലേ. അടുത്ത ചോദ്യമുള്ളത്, താഴെ കൊടുത്തവയിൽ ജമാഅത്ത് നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന പ്രവർത്തനം ഏതാണെന്നുള്ളതാണ്. തുടരുന്നവൻ ഇമാമിനെ തുടരുന്നു എന്ന് കരുതുക, തുടരുന്നവൻ ഇമാമിനേക്കാൾ പിന്നിലാവുക, ഇമാമിൻ്റെ ചലനങ്ങൾ തുടരുന്നവന് അറിയാൻ കഴിയാതിരിക്കുക, ഇമാമും തുടരുന്നവൻ ഒരു സ്ഥലത്തായിരിക്കുക. അതിലേതാണ് ജമാഅത്ത് നിസ്കാരത്തെ നിഷ്ഫലമാക്കുന്ന ഏതാ? ഇമാമിൻ്റെ ചലനങ്ങൾ തുടരുന്നവനും അറിയാൻ കഴിയാതിരിക്കലേ. അത് ഇമാമിൻ്റെ ചലനങ്ങൾ എന്ത് ചെയ്യണം? തുടർന്ന മഅ്മൂമിന് അറിയാൻ കഴിയണം. അത് കഴിയാതിരുന്നാൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും. ഇനി അടുത്ത ചോദ്യമുള്ളത്, അല്ലാഹു തആലയുടെ ഉണ്ടാവലിന് തുടക്കമില്ലെന്ന് വ്യക്തമാക്കുന്ന വിശേഷണങ്ങൾ. അല്ലാഹു തആല ഉണ്ടായതാണ് എന്ന് അതിന് തുടക്കം ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് ഏതാണ്? ഖിദം, ബഖാ, വഹദാനിയത്ത്, ഖുദ്റത്ത്. എന്താണ് അൽ ഖിദം അല്ലേ? ഖിദം എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളവെന്നാണല്ലേ. അപ്പം എന്നാണ് ഉണ്ടായതെന്നതിന് തുടക്കമില്ല എന്നതിലേക്ക് അറിയിക്കുന്നത് ഖിദമാണല്ലേ. അതുപോലെ വഹദാനിയത്ത്, ഖുദ്റത്ത്, മറ്റ് അള്ളാഹുവിൻ്റെ ഒരുപാട് സിഫത്തുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഏതാണ് ചോദ്യം വരിക എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞൊരു ആയത്തുണ്ടായിരുന്നു. എന്ന് ഖുർആൻ പ്രത്യേകം പ്രസ്താവിച്ചത് ആരെക്കുറിച്ചാണ്? മലായിക്കത്തിനെ കുറിച്ചാണ്, ഔലിയാക്കളെ കുറിച്ചാണ്, സ്വാലിഹീങ്ങളെ കുറിച്ചാണ്, ശുഹദാക്കളെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? അതേ, ഔലിയാക്കളെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത്, താഴെ കൊടുത്ത സൂറത്തുകളിൽ ഖുർആനിൻ്റെ ക്രമം ഏതാണ്? ക്രമപ്രകാരം. അപ്പോൾ ഒരുപാട് സൂറത്തുകളുടെ ക്രമമൊക്കെ നമ്മൾ പഠിക്കണം എന്നാണ് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഏതൊക്കെയാണ് സൂറത്തുള്ളത്? സൂറത്തുൽ ത്വാരിഖ്, സൂറത്തുൽ ബലദ്, സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ബുറൂജ് ഉണ്ട്, സൂറത്തുൽ ജിന്ന്, മുസമ്മിൽ, മുദ്ദസ്സിർ, ഖിയാമ ഉണ്ട്, സഫ്, മുനാഫിഖൂൻ, തഗാബുൻ, ജുമുഅ, സൂറത്തുൽ ഖാരിയ, സൽസല, തകാസുർ, ആദിയാത്ത്. ഇങ്ങനെ സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളുടെയൊക്കെ ഒരു ക്രമം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും മനസ്സിലാക്കി വെക്കണം അല്ലേ. എന്താണ് ഈ ഒന്നാമത്തെ ലൈനിലുള്ള സൂറത്തുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് അല്ലേ, ഖുർആൻ്റെ ഓർഡർ ആദ്യം വലിയ അല്ലേ, മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫാത്തിഹ, അൽ ബഖറ, അങ്ങനെ ആ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് വരുന്നത് ഈ ഒരു സൂറത്താണ്, രണ്ടാമതായിട്ട് വരുന്നത് ഈ സൂറത്താണ്, മൂന്നാമതായിട്ട് വരുന്നത് ഏത് സൂറത്താണ്? ഈ സൂറത്തുൽ ഫജ്റാണ്, നാലാമത് സൂറത്തുൽ ബലദ് കേട്ടോ. അങ്ങനെയാണ് വരിക. അപ്പോൾ അത് ക്രമത്തിലല്ല അല്ലേ, 2, 3, 4 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് ക്രമത്തിലല്ല. ഇനി അടുത്തത് വരുന്നത് സൂറത്തുൽ ജിന്നാണ് ഒന്നാമതായിട്ട് വരുന്നത്. അതിൻ്റെ ശേഷം വരുന്നതാണ് സൂറത്ത് മുസമ്മിൽ. അതിൻ്റെ ശേഷം വരുന്നത് സൂറത്ത് മുദ്ദസ്സിറാണ് കേട്ടോ. സൂറത്ത് മുദ്ദസ്സിറാണ്. അതിൻ്റെ ശേഷം വരുന്നത് സൂറത്തുൽ ഖിയാമയാണ് കേട്ടോ. അപ്പം 1, 2, 3, 4 ഇത് ക്രമത്തിലാണിത്, ശരിയാണ് കേട്ടോ. പിന്നെ അടുത്തതുള്ളത് ഒന്നാമത് വരുന്നത് ഈ സൂറത്ത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടാമതായിട്ട് വരുന്ന സൂറത്തുൽ ജുമുഅല്ലേ. സൂറത്ത് സഫ്ഫിൻ്റെ സൂറത്തുൽ ജുമുഅയാണ് വരുന്നത്. അതിൻ്റെ ശേഷം വരുന്നത് സൂറത്തുൽ മുനാഫിഖൂനയാണ്. അതിൻ്റെ ശേഷം വരുന്നതാണ് സൂറത്തുൽ തഗാബുൻ.
അപ്പോൾ ഇത് 1 3 1 3 4, അപ്പോൾ ഇത് ക്രമത്തിലല്ല കേട്ടോ. പിന്നെ അടുത്ത സൂറത്ത് വരുന്നതിൽ ആദ്യം സൂറത്ത് സൽസലയാണ് ഒന്നാമതായിട്ട് വരുന്നത് കേട്ടോ. സൂറത്ത് സൽസല. രണ്ടാമതായിട്ട് വരുന്നത് സൂറത്തുൽ ആദിയാത്താണ്. മൂന്നാമതായിട്ട് വരുന്നത് സൂറത്തുൽ ഖാരിയാണ്. അതിൻ്റെ ശേഷമാണ് സൂറത്തു തക്കാസൂർ വരുന്നത് കേട്ടോ. അപ്പോൾ 1 3 1 രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതും ക്രമത്തിലല്ല. അപ്പോൾ ക്രമത്തിലായത് ഇത് മാത്രമാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് അധികം നല്ല കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെ പഠിക്കണം എന്നാണ് മനസ്സിലാവണം കേട്ടോ. കാരണം സൂറത്തിൻ്റെ ഓർഡർ വരെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതും കുറച്ച് വലിയ സൂറത്തുകളുടെ ഓർഡറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഇന്നൽ മർഅത്ത ഔറത്തുൻ ഫൈദാ ഖറജത്ത് ഇസ്തസ്റഫഹ ശൈത്വാനു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിൻ്റെ ഈ ഹദീസ് നൽകുന്ന പാഠം എന്താണെന്നുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആ ഹദീസ് നൽകുന്ന പാഠം? എന്താണ്? സ്ത്രീകൾ അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക. സ്ത്രീകൾക്ക് വലിയ ചുമതലകളുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വമുണ്ട്. ഇതിൽ ഏതാണ് ശരി? സ്ത്രീകളെ കുറിച്ചുള്ളൊരു ഇതാണല്ലേ, സ്ത്രീകളെ പുറത്തിറങ്ങുന്നതിന് എന്താണ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. അപ്പം എന്താണ്? സ്ത്രീകൾ അനാവശ്യമായി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യമുള്ളത് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി ആരാണെന്നുള്ളതാണ്. പണം സമ്പാദിച്ചവനാണ്, അധികാരങ്ങൾ നേടിയവനാണ്, മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനാണ്. ആരെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്? മരണത്തെ കൂടുതൽ ഓർക്കുന്നവരെ കുറിച്ചാണ് ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്, 30 ചോദ്യങ്ങളാണ് നമ്മുടെ മദ്രസയിലെ പുസ്തകങ്ങളിൽ നിന്നുണ്ടാവുക. ബാക്കിയുള്ള ചോദ്യങ്ങൾ സ്കൂളിലെ പുസ്തകങ്ങളിൽ നിന്നും ജനറൽ ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നല്ല രൂപത്തിൽ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശരീരം മുഴുവൻ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. എന്താണത്? ശ്വാസകോശം, ഹൃദയം, വൃക്കകൾ, തലച്ചോറ്. ഇതിൽ ഏതാണ് ശരീരം മുഴുവൻ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത്? ഹൃദയമാണ് അല്ലേ. എന്താണ്? ഹൃദയം. എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസസൂത്രം. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസസൂത്രം NaCl HCl H2O HNO3 കേട്ടോ. ഇതിൽ ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെത് എന്നുള്ളതാണ് ചോദ്യം. അതേതാണ്? HCl ആണ് അല്ലേ. HCl ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് ഇലക്ട്രിക് ബൾബ് നിറയ്ക്കുന്ന വാതകം. ഇലക്ട്രിക് ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജനാണ്, ഹൈഡ്രജനാണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്, ഓക്സിജനാണ്. ഏതാണ് ഇലക്ട്രിക് ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകം? നൈട്രജനാണ് അല്ലേ. ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നൈട്രജൻ. അടുത്ത ചോദ്യം ഉള്ളത് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന മൃഗങ്ങൾ ഏതാണ്? കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന മൃഗങ്ങൾ ഉരകങ്ങളാണ്, ഉഭയജീവികളാണ്, പക്ഷികളാണ്, സസ്തനികളാണ്. ഏതാണ് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത്? ഇതിൽ സസ്തനികളാണ് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത് കേട്ടോ. അപ്പം മറ്റൊരു ജീവികളൊക്കെ ഏതാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഉരകങ്ങൾ, ഉഭയജീവികൾ, പക്ഷികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ പറയുന്നുണ്ടാവും. അതൊക്കെ ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണെന്നുള്ളതാണ്. ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ്? റെഡ്, ചുവപ്പ് മണ്ണ്, അതുപോലെ എക്കൽ മണ്ണ്, പിന്നെ ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്. ഇതിൽ ഏതാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണെന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മളിവിടെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ്? എക്കൽ മണ്ണാണ് കേട്ടോ. എക്കൽ മണ്ണാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യമുള്ളത് ഓസോൺ പാളിയിൽ വലിയ ദ്വാരങ്ങൾ സൃഷ്ടിക്കുന്നു. ഏത് വാതകമാണത്? മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ, അതുപോലെ ഇവയൊന്നുമല്ല. ഇതിലേതാണ് ശരി? ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണല്ലേ. നമ്മൾ കൃത്യമായിട്ടും സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒഡീഷ, ഗോവ, മിസോറാം, സിക്കിം. ഏതാണ് ഏറ്റവും ചെറിയ? നമ്മളൊരു കുഞ്ഞ് സംസ്ഥാനമായിട്ട് കാണുന്നതാണല്ലേ ഗോവ. അപ്പോൾ ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഉള്ളത് ഏതാണ്? നെക്സ്റ്റ് ചോദ്യം ബയോഗ്യാസ് നിർമ്മിക്കുന്നത്. ബയോഗ്യാസ് എങ്ങനെ നിർമ്മിക്കുന്നത്? അത് മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നാണ്, വെള്ളത്തിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ്, വായുവിൽ നിന്നാണ്. ഏതാണ്? മൃഗങ്ങളുടെ ചാണകത്തിൽ നിന്നാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഏതാണെന്നുള്ളതാണ്. ഏതാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ പുരസ്കാരം? പത്മശ്രീ ആണ്.
പത്മഭൂഷണാണ്, ഭാരതരത്നയാണ്, പത്മവിഭൂഷണാണ്. ഏതാണ്? ഭാരതരത്നയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരം കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ. ഏതാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? അരുണാചൽ പ്രദേശാണ് അല്ലേ, അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ ഗാനം ജനഗണമന ഉണ്ടല്ലോ, അത് എഴുതിയത് ആരാണെന്നുള്ളതാണ്. രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ആ ഒരു ജനഗണമന അധിനായക ജയ ഹേ എന്ന് പറഞ്ഞ സംഭവം എഴുതിയത് അല്ലേ. നെക്സ്റ്റ് ചോദ്യമുള്ളത് ഇന്ത്യയുടെ സുഗന്ധവിജ്ഞാന ഉദ്യാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്. ഇതിലേതാണ് ശരി? കേരളമാണ് കേട്ടോ, കേരളമാണ് അതിൻ്റെ ശരിയായ. നിങ്ങളുടെ മക്കൾ ഈ വർഷം പൊതുപരീക്ഷ എഴുതുന്നു. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് മദ്രസ ഗൈഡ് ഒരുക്കുന്ന ഒരു വർഷത്തെ പഠന പരിശീലനം, പാഠവിശകലനം, ക്ലാസ് നോട്ട്സുകൾ, ആക്ടിവിറ്റികൾ, ചാപ്റ്റർ ടെസ്റ്റുകൾ, മോഡൽ പരീക്ഷകൾ, എക്സാം ട്രെയിനിംഗ്, റിപ്പീറ്റ് പഠനം തുടങ്ങി ഒട്ടനവധി സേവനങ്ങൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 7510202535. പൊതുപരീക്ഷയിൽ മികച്ച വിജയം ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി അടുത്ത ചോദ്യങ്ങൾ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ചൂസ് ദ കറക്റ്റ് വെർബ്. കറക്റ്റ് വെർബ് ഏതാണെന്ന് ചൂസ് ചെയ്യാനുണ്ട്, തിരഞ്ഞെടുക്കാനാണ്. ദ ബേർഡ്സ് ഡാഷ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ദ ബേർഡ്സ് എന്നുള്ളത് എന്താണ്? ബേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ട് അല്ലേ, അപ്പം ബഹുവചനമാണ്, പ്ലൂരലാണ് അല്ലേ. അപ്പം അതിന് ശരിയായത് ഏതാണെന്നാണ്? ആറ്, ഈസ്, വാസ്, ഹാസ്. ഇത് ഏതാണ്? ബേർഡ്സ് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ ആർ എന്നാണ് വേണ്ടത്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് അല്ലേ, ഫ്ലൈയിങ് ഇൻ ദി സ്കൈ എന്നാണ് വേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് സെലക്ട് ദ കറക്റ്റ് കൺജങ്ഷൻ ആണ്. എന്താണ്? ഐ ക്യാൻ ഗോ ഔട്ട്, ഇറ്റ് ഈസ് റൈനിങ് അല്ലേ, എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല, കാരണം എന്താണ്? മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? സോ എന്നുണ്ട്. സോ, ബിക്കോസ്, ബട്ട്, ഈഫ്. ബട്ട്, ഈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താവില്ല, അത് അർത്ഥം ശരിയാവില്ല. പിന്നെ ബിക്കോസ് ആണ് ശരിയായത് കേട്ടോ. സോ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ മിസ്റ്റേക്ക് വരും. അപ്പോൾ ബിക്കോസ് എന്നുള്ളതാണ് ശരി കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് പ്രൊനൗൺ. പ്രൊനൗൺ ഏതാണ് സെലക്ട് ചെയ്യാനാണ്. ദിസ് ബുക്ക് ബിലോങ് ടു. ഈ ഒരു ബുക്ക് ബിലോങ് ടു എന്നതിന് ശേഷം എന്താ വരേണ്ടത്? മീ, ഐ, മൈൻ, ഹി അല്ലേ. ബിലോങ് എന്ന് പറഞ്ഞതിന് ശേഷം വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഫോമാണ് വരേണ്ടത്. അതുകൊണ്ട് എന്താണ് ഇവിടെ വരേണ്ടത്? മീ എന്നാണ് വേണ്ടത് കേട്ടോ. മീ എന്നതാണ് ശരി കേട്ടോ. ദിസ് ബുക്ക് ബിലോങ് ടു മീ എന്നാണ് പറയുക കേട്ടോ. അടുത്ത ചോദ്യമുള്ളത് ഐഡൻറ്റിഫൈ ദ ആഡ്വർബ്. ആഡ്വർബ് കണ്ടെത്താൻ. ദസ് ഹി റൺ ഫാസ്റ്റ് അല്ലേ. എന്താണ്? റാൻ, ദസ്, ഫാസ്റ്റ്, ഹി. ഇതിലേതാണ്? അതിലെ ആഡ്വർബാണ്, ക്രിയാവിശേഷണം അല്ലേ. ക്രിയാവിശേഷണമായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? ഫാസ്റ്റ് എന്നുള്ളതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫാസ്റ്റ് എന്നതാണ് ശരി. അടുത്ത ചോദ്യമുള്ളത് എന്താണ്? 2, 3, 4, 6, 8 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നുള്ളതാണ്. 2 വേണം, 3 വേണം, 4 വേണം, 6 വേണം, 8 വേണം. എല്ലാത്തിനോടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ 23, 24, 56, 64. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ കാട്ടുക? ഇപ്പോൾ 2, 3, 4 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്തായാലും ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആയാലും മാത്രമേ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുള്ളൂ. നിശേഷം ഹരിക്കാൻ കഴിയുള്ളൂ അല്ലേ. നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ ശിഷ്ടം ഇല്ലാതെ ഹരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 23 എന്തായാലും ഹരിക്കാൻ കഴിയില്ല, കാരണം ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായാലും ശിഷ്ടം വരും. ഇനി 2ഉം പിന്നെ 3 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതിന് നമുക്കൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞു തരാം. അപ്പം 24 ആണെങ്കിൽ 22നെയും 4നെയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കുക. 2, 4, 6 അല്ലേ, 6. അപ്പോൾ ഈ ഉത്തരത്തിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ 6 കിട്ടി 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് 24നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അതുപോലെ ഇവിടെ 56 നോക്കുകയാണെങ്കിലും 56, 5ഉം 6ഉം എത്ര? 11 അല്ലേ. 11നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 56നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലായി കേട്ടോ. 56 എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതും പറ്റില്ല. പിന്നുള്ളത് എത്രയാണ്? 64. 6ഉം 4ഉം 10 ആണ് അല്ലേ. 10നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, ശിഷ്ടം വരും.
അതുകൊണ്ട് 10ഉം എന്തല്ല 64ഉം നമ്മളെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യ. അതുകൊണ്ട് എന്തായാലും നമ്മളെ ഉത്തരം എത്രേ വരുള്ളൂ? 24 എന്നതേ ഉത്തരം വരുള്ളൂ. അപ്പോൾ 24 ഇവിടെ ശരി ഉത്തരം. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യ ഇരട്ട സംഖ്യയാണോ നോക്കിയാൽ മതി. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ 56 24 പറ്റുമോ? അപ്പോൾ ഞാൻ 24 നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? 4 കൊണ്ട് ഹരിച്ചാൽ 3 8 4 24. അതുപോലെ 4 6 24, 3 8 24. അപ്പോൾ അതൊക്കെ ഓക്കെയാണല്ലേ? എല്ലാം കൊണ്ടും 24നെ ഹരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രൂപത്തിലൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. അടുത്ത ചോദ്യം വരുന്നത് അവരോഹണക്രമത്തിൽ എഴുതാനുള്ളതാണ്. ആരോഹണക്രമം അതുപോലെ അവരോഹണക്രമം, ഇങ്ങനെ 2 രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് അവരോഹണക്രമത്തിലുള്ളത്? അതായത് ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകല്ലേ. അവരോഹണം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്നതാണ് കേട്ടോ. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ഇങ്ങനെ പോകണമുണ്ട്. ഇവിടെ 469 ഉള്ളത്, ഇവിടെ 96. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? മുകളിലേക്ക് പോകുന്നതാണിത്. ഇത് 712 172. അപ്പോൾ താഴേക്കാണ് വരുന്നത്. പിന്നെ 273 മുകളിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇതും ശരിയല്ല, അതും ശരിയല്ല. ഇവിടെ 305 ഉണ്ട്, 503 ഉണ്ട്, 503 530 550 350 503. പിന്നെ അപ്പോൾ ഇതും വേറെ ഡിസോർഡറിലേക്കാണ് പോകുന്നത് കേട്ടോ. 623 326 263 236. അതിങ്ങനെ താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ശരി കേട്ടോ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാം നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. വെറുതെ എന്തെങ്കിലും എഴുതി വെച്ച് പോകരുത്. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത്, 10 പേർ 12 ദിവസത്തിനുള്ളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ ജോലി ചെയ്യാൻ 12 പേർക്ക് എടുക്കുന്ന സമയം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ എത്ര ദിവസമാണ് ഉണ്ടാവുക? 12 ദിവസം, 9 ദിവസം, 10 ദിവസം, 8 ദിവസം. അപ്പോൾ ഇവിടെ കുറച്ച് കണക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 10 ആളുകൾ 12 ദിവസം കൊണ്ട് എടുക്കുന്ന പണി എത്രയാണെന്നുള്ളതാണ്. 10 ആളുകളുണ്ട്, 12 ദിവസം കൊണ്ട് അവരെത്രയും 120 പണി ആണ് എടുക്കുക. 120 പണി എടുക്കും. അപ്പോൾ ഇനി എന്തുണ്ട്? 10 ആളുകളാണ്. 10 ആളുകൾ 12 ദിവസം കൊണ്ടാണ് എടുക്കുന്നത് അല്ലേ? അവരത്ര എടുത്താലുള്ള പണി എത്രയാണ്? 120 അപ്പോൾ ടോട്ടൽ പണി 120 ഇവിടെ ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെന്താണ് അതേ ജോലി 12 പേരെടുക്കുകയാണെങ്കിൽ അല്ലേ, അപ്പം ഈ 120 എന്നുള്ള ജോലി 12 പേര് എടുക്കുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ കഴിയുമെന്നുള്ളതിന് 120നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി കേട്ടോ. 120ന് 12 കൊണ്ട് ഹരിച്ചാൽ എന്താ ഉണ്ടാവുക? 12 1 12 0. ഈ 0 ഇട്ട് ഇറക്കിട്ടുമ്പോൾ 0 അപ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക, 0 കേട്ടോ. അപ്പം 10 ദിവസമാണ് കേട്ടോ. 10 ദിവസം കൊണ്ട് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ശരി 10 ദിവസമാണ്. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത് റോമൻ അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇത് കണ്ടില്ലേ? 1 2 3 4 5 6 7 8 9 10. ഈ രൂപത്തിൽ നമ്മൾ എഴുതുന്ന ഒരു എണ്ണം എഴുതുന്ന കണ്ടിട്ടില്ലേ? ഈ രൂപത്തിൽ എണ്ണം എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ് മുറിയുടെ മുന്നിലൊക്കെ എഴുതൽ ഈ രൂപത്തിലാണ്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതുന്നത് റോമൻ അക്കങ്ങൾ എന്നാണ് പറയുക കേട്ടോ. റോമൻ അക്കങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ അതിൽ ഇവിടെ ഉള്ളത് എന്താണ്? 9 കേട്ടോ. 9, അതായത് ഒരു 10ഉം അതിന് മുമ്പും ഒന്നിട്ടാൽ 9. ഇവിടെ ഒരു 10ഉം ഒരു 5ഉം ആണ് ഇട്ടത്. അപ്പോൾ എത്രയാണ്? 15 കേട്ടോ. ഇത് 9, ഇത് 15. പിന്നെ ഇത് 2 10കളാണുള്ളത്. അപ്പോൾ 20 കേട്ടോ. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. റോമൻ അക്കങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അക്കങ്ങൾ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവിടെ 9ഉം 20ഉം 10ഉം 20ഉം 15ഉം 35ഉം 9ഉം എത്ര ഉണ്ടാവും? 44 ഇവിടെ മൊത്തത്തിലുള്ളത് കേട്ടോ. ഇതിനെ കൂട്ടാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ പ്ലസ് ഉണ്ട്, ഇതിനെ കൂട്ടാനുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിൽ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? 44 ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തി. അപ്പം 44 ശരി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. റോമൻ ലെറ്ററുകൾ പഠിക്കണം. അതുപോലെ ചില കണക്കുകളൊക്കെ നമ്മൾ ചെയ്ത് പരിശീലിക്കണം. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച ഭാഗങ്ങളായിരിക്കും.
ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സ്കൂളത്തെ പുസ്തകത്തിലെ കണക്ക് പുസ്തകത്തിലെയും അതുപോലെ ഇംഗ്ലീഷ് പുസ്തകത്തിലെയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നല്ല രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവരും നല്ല രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അല്ലാഹു തആല നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ.